ഒരേ കനം രണ്ട് കൈയിൽ നിങ്ങൾ പിടിക്കാൻ ശ്രമിക്കുക. ആദ്യം ചെറിയ കനം എടുത്തിട്ട് വേണം പിന്നീട് വലിയ കനത്തിൽ ചെയ്യാനായിട്ട്. ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 10 kg വരുന്നതാണ്. അപ്പോൾ ആദ്യം ഇതെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ നമുക്കത് ചെയ്യാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വെയിറ്റ് കാണിക്കുന്നൊന്നും മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് സെക്ഷനുകളുണ്ട്. കമ്പിൽ വെച്ച് ബാലൻസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് നിങ്ങളിത് പഠിക്കണം, നല്ലതായിരിക്കും. അത് നമ്മുടെ കാല് നേരെ ഇങ്ങനെ വെച്ചു. അപ്പോൾ ഭിത്തിയോടെ എവിടെയും ചേർന്ന് നിന്നോളുക. അതൊരു ബാലൻസ് ആയി കഴിയുമ്പോൾ ഇതുപോലെ തന്നെ കൈ നിവർത്തിപ്പിച്ച് നിൽക്കാമെന്ന് നോക്കുക. വിടുക. അത് കഴിഞ്ഞിട്ട് നേരെ ഇപ്പുറത്തെ കാല് ഇവിടെ വെച്ചു ചുമ്മാ ഒന്ന് നിർത്തുക. അത് കഴിഞ്ഞിട്ട് നേരെ കൈ പൊക്കി പിടിച്ച് ബാലൻസ് ചെയ്യാമെന്ന് നോക്കുക. പിന്നെ നമ്മൾ ഒരു കാല് എത്ര നേരം ഇങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കാമെന്ന് നോക്കുക. എടിക്കൊന്നും കൈ കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് പിടിച്ചോണ്ട് നിൽക്കാമെന്ന് നോക്കുക. അപ്പുറത്തെ കാല് ഇതുപോലെ തന്നെ ഫ്രീ ആയിട്ട് പിടിക്കാവോ, നമുക്ക് ഒരു ബാലൻസ് കിട്ടുന്നുണ്ടോ ശ്രമിക്കുക. ഇത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ ഒരു കാലം ഇങ്ങനെ ടച്ച് ചെയ്യാൻ നോക്കുക. ഇങ്ങനെ 1 2 3 4 5 പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ ബോഡിക്ക് എന്തോരം വേരിയേഷൻ വരുന്നുണ്ടെന്നുള്ള കാണാം. സാവധാനം മുട്ട് മടക്കി കുഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. നേരെ ഇങ്ങനെ നിവർന്ന് എടുക്കണ്ട. നമ്മുടെ നടുവിന് സ്ട്രെയിൻ കൂടും. മുട്ട് ജസ്റ്റ് മടക്കി എടുത്തു. അത് നേരെ നിൽക്കുക. സ്റ്റോമക്ക് പൊട്ടിച്ച് പിടിച്ചു. ബോഡി ഒന്ന് നിവർത്തി നമ്മുടെ ഹീലിൽ നടക്കുക. ഉപ്പുറ്റി ഉപയോഗിക്കാതെ നടക്കുക. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളിപ്പം പഠിക്കുന്നതും വരെ നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നടക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാല് നിലത്ത് വെച്ച് ഫ്രീ ആയിട്ട് നടക്കണം. അപ്പോഴും നമ്മുടെ സ്റ്റോമക്ക് പൊട്ടിച്ച് തന്നെ നടക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് നമ്മളിങ്ങനെ ബോഡിയുടെ രണ്ട് ഭാഗത്ത് ബ്രേക്ക് വരുന്ന രീതിയിൽ നിവർത്തി പിടിക്കുക. എന്നിട്ട് കാലിങ്ങനെ വെച്ച് നടക്കുക. 1 2 3 4 5 6 7 8 9 10. വീണ്ടും 1 2 3 4 5. അപ്പോൾ നിങ്ങളുടെ നോട്ടം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നോക്കുക. എന്നിട്ട് ചെറുതായിട്ട് നമ്മൾക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ഇങ്ങനെ ഷോൾഡറിൻ്റെ ഇവിടെ ഇച്ചിരി നേരം ഒന്ന് പിടിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഇങ്ങനെ പിടിക്കാം. ഇതിൻ്റെ ക്ലിപ്പൊക്കെ ശരിയാണോ എന്ന് നോക്കണം. എന്നിട്ട് താത്തി കൊടുക്കുക. 1 2 3 4 5 6. റിലാക്സ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ബോഡി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അയച്ചു കൊടുക്കുക. നേരെ ഇങ്ങനെ നിൽക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും നിവർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വയറ് ഒട്ടിച്ചിട്ട് ബോഡി ഒന്ന് നിവർത്തി വെച്ച് നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ നേരെ ഇങ്ങനെ നിൽക്കുക. ഈ രണ്ട് കൈ ഇങ്ങനെ പിടിക്കുക. 1 ഒരു കുറച്ച് നേരം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കാമെന്ന് നോക്കി രണ്ടിനെ ഇവിടെ ചേർത്തും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് താത്തി വെക്കുക. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരെണ്ണത്തിനെ തന്നെ എടുത്തിട്ട് അപ്പോൾ നമ്മളൊരു ചെടിച്ചട്ടിയൊക്കെ എടുക്കുവാണെങ്കിലും ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ വട്ടത്ത് പിടിച്ചാൽ പറ്റും. ആ രീതിയിൽ എടുത്ത് പിടിക്കുക. 1 2. അപ്പോൾ നമ്മൾ കാലിച്ചിരി ഒന്ന് അകത്തേക്ക് നിന്ന് കൊടുക്കണം. 3 4 5 6 ഇത് ചെയ്തു. പിന്നെ നേരെ ഇവിടെ ചെറുതായിട്ട് നമ്മൾ മുട്ടയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇത് കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കമ്പറാണെങ്കിൽ പോലും നമുക്ക് ഇതെടുത്തിട്ട് ഇങ്ങനെ ബേസ് ചെയ്ത് നിൽക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് പതുക്കെ കയറ്റുക. കയറ്റിട്ട് നമ്മളിവിടെ ഇങ്ങനെ തന്നെ 1 2 3 4 5 എന്ന് പിടിച്ചിട്ട് ഇവിടെ ഒരു സ്റ്റാൻഡായിട്ട് നിൽക്കും. എന്നിട്ട് താഴ്ത്തി വെക്കുക. വീണ്ടും നമ്മൾ ഇതിനെ എടുത്തു. നമ്മുടെ സ്റ്റോമക്ക് പൊട്ടിച്ചു. എന്നിട്ട് ആദ്യം ഫ്രീ ആയിട്ട് നടക്കുക. എന്നിട്ട് ആ വഴി നേരെ പുറകോട്ട് നടക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ രണ്ടിനെ ചെറുതായിട്ട് ഷോൾഡറിൽ വെക്കുക. ഷോൾഡറിൽ വെച്ചിട്ട് നടക്കുക. വീണ്ടും നമ്മൾ പുറകോട്ട് ഇങ്ങനെ നടക്കുക. നിങ്ങൾക്കത് പുറകോട്ട് നടക്കാൻ ബാലൻസ് ഇല്ലെങ്കിൽ നമ്മൾ വട്ടം തിരിഞ്ഞ് വന്ന് നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഡമ്പലെടുത്ത് രണ്ട് കയ്യിൽ ഇത് പിടിച്ചുകൊണ്ട് നമ്മുടെ കാല് പരമാവധി കൂട്ടി പിടിക്കുക. 1 2
ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നത് 3 4 5 6 7. ഇതും ചെയ്യാം, നടന്നുകൊണ്ട് ചെയ്യാം. 1 2 3 4. ഇതൊക്കെ ചെയ്യുമ്പോൾ ബോഡി നല്ല നുവർന്ന് ഇരിക്കണം. ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരെ ഇതിനൊന്ന് അയച്ച് റിലാക്സ് ചെയ്യണം. നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ഈ പ്രകാരം ചേർന്ന് അകത്തിച്ചിട്ട് ഈ 2 കൈകൊണ്ട് വെച്ചിട്ട് നേരെ 1 2 3 4 5. ഒന്ന് റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിന് ഇത് പിടിച്ച് റെസ്റ്റ് കൊടുക്കണം. നമ്മുടെ നടുവിന് ഒത്തിരി സ്ട്രെയിൻ വരാത്ത രീതിയിൽ നിൽക്കാനായിട്ടാണ് ഈ കാലിൻ്റെ ഇവിടെ നമ്മളൊരു ഇത് സപ്പോർട്ട് കൊടുക്കുന്നത്. ഇനി ഇത് വരും നമ്മൾ അത്ര എടുത്ത് പിടിച്ചിട്ട് നിങ്ങളിങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്യുക. അത് നമുക്കിങ്ങനെ ബാലൻസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡംബിൾസ് ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ബാലൻസ് ചെയ്യുന്ന എളുപ്പമാണ്. അപ്പോൾ നമുക്ക് 2 കൈയിലും ഈ ഡംബിൾസിൻ്റെ ഈ 2 സെറ്റത്തും ഒരുപോലത്തെ വെയിറ്റ് ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോഴാണ് ബാലൻസ് ആണ് 2 കൈയിലും. അപ്പോൾ നിങ്ങളൊരു തലയെണ്ണയുടെ ഉറയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഭാഗം ഇങ്ങനെ നമ്മൾ കെട്ടുക, പാർട്ട് ചെയ്യാവുന്ന പോലെ. ഈ സൈഡ് 2 ചെറിയ ഓപ്പൺ ഇടുക. അല്ലെ അത് കളഞ്ഞിട്ട് നമുക്കവിടെ കുപ്പിയിൽ മണൽ നിറച്ചിട്ട് ഇട്ടിട്ട് ഈ ഭാഗം ഇങ്ങനെ കെട്ടി കൊടുക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ ഇത്രയും രീതിയല്ല വണ്ടി പറഞ്ഞാൽ ഈ നമ്മൾ ശബരിമലയ്ക്കൊക്കെ കൊണ്ടുപോകണേ ആ സഞ്ചി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ നടുക്ക് നമ്മൾ കെട്ടണം. ആ ഒരു രീതിയിൽ അപ്പുറം ഇപ്പുറം കുപ്പിയിൽ മണൽ നിറച്ചിട്ട് നമുക്ക് വെയിറ്റ് ആക്കിയിട്ട് ഇടുക. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് പോകുന്ന പോലെ ഈ വെയിറ്റ് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ട്രൈ ചെയ്യാം. താങ്ക് യു.